പ്രൈസ് ഗോഡ്. യൗവനത്തിൻ്റെ ആത്മീയ നിറവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷെക്കിന ചാനലും ക്രൈസ്റ്റ് കൾച്ചറും ഒന്നിയേർന്നൊരുക്കുന്ന ചോസൺ അതിൻ്റെ യാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട യൗവനമേ, ഇന്ന് ചോസൺ ഡീൽ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ലോകം നേരിടുന്ന യൗവനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ദൈവവിശ്വാസത്തെക്കുറിച്ചും നിരീശ്വരവാദത്തെക്കുറിച്ചും മനുഷ്യൻ്റെ സങ്കല്പങ്ങളിൽ കടന്നു കയറിയ ഒരു മുന്നേറ്റം ഇന്ന് വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ കാരണമാക്കുന്ന ചില ഐഡിയോളജികളും കാരണങ്ങളും വ്യക്തികളിൽ ഡെവലപ്പ് ചെയ്തു. മനുഷ്യൻ അനുഗ്രഹമാകേണ്ട സയൻസ് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുവാൻ തക്കവിധമുള്ള ചില വിശ്വാസ സംഹിതകൾ ഡെവലപ്പ് ചെയ്ത് എന്തിൻ്റെയും പിന്നിൽ ലോകത്തിൻ്റെതായ കാരണങ്ങൾ നിരത്തി കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മളിന്ന് കേൾക്കുവാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ അപജയങ്ങളിൽ യൗവനത്തിന് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുവാൻ പറ്റുക. ഓർക്കുക, നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരത്തിന് ഒരു മുഖവുമുണ്ട്. ആ സൊല്യൂഷൻ്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു. പരിപൂർണ ദൈവം, പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമായ ഒരു വലിയ സത്യം നമ്മൾ തേടുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് കർത്താവിലേക്ക് ചേർന്ന് നിൽക്കാം. ഓർക്കുക, 1 പത്രോസ് 2:9, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വർഗവുമാണ്. അതെ, യു ആർ എ ചോസൺ വൺ. വിശ്വസിക്കാം. നമുക്ക് ഇതിൻ്റെ കാതലിലേക്ക് കടന്നു കയറാം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ യുവജനമേ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇന്ന് നമ്മൾ പതറുന്നത് വിശ്വാസത്തിൻ്റെ മേഖലയിലാണ്. എന്തുകൊണ്ടാകാം ഈ പതർച്ച നമ്മളെ ബാധിക്കുന്നത്? 195 രാജ്യങ്ങൾ ലോകത്ത്, 750 കോടി ജനം, 7.5 ബില്യൺ ആളുകളാണ് ലോകത്തുള്ളത്. ഇവയുടെ നടുവിൽ 7% ആളുകളും ദൈവവിശ്വാസമില്ല എന്ന ഒരു യാഥാർത്ഥ്യബോധമില്ലാഴികയിലേക്ക് യാത്ര ചെയ്തു തുടങ്ങി. ലോകത്തിൽ 90% ആളുകളും ദൈവവിശ്വാസികളാണ്. എന്നാൽ ദൈവവിശ്വാസമില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു ജനം ഈ ലോകത്ത് ഉടലെടുത്തു കഴിഞ്ഞു. 2 തരമായിട്ട് ഇവയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, നോ റിലീജിയൻ, മതമില്ലാഴിക എന്ന ഒരു വിഭാഗവും. 2, ഏത്തിസം എന്ന് വെച്ചാൽ ദൈവ വിരോധികളായ ഒരു ജനവും ലോകത്ത് ഉടലെടുത്തു. എന്തായാലും രണ്ടും ദൈവത്തിന് എതിരായി കടന്നു പോവുകയാണ്. കഴിഞ്ഞ കുറേ സർവേകൾ നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. ലോകത്തിൽ ആദ്യമായി ഒരു രാജ്യം, നോർവേ, നോ റിലീജിയൻ എന്ന മതം അവിടെ ഏറ്റവും വലിയ മതമായി മാറ്റം വന്നു കഴിഞ്ഞു. കാരണം 39% ജനവും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുകയും മതമില്ലാഴിക ഏതെങ്കിലും വിശ്വാസമെങ്കിലും കടന്നു വരുന്ന സാഹചര്യമുള്ളൊരു ജനം അവിടെ ഇല്ലാതായി മാറുകയും ചെയ്തു കഴിഞ്ഞു. അവിടെ വിശ്വാസമുള്ളവരുടെ എണ്ണം 37%, വിശ്വാസമില്ലാത്ത ഒരു റിലീജിയൻ ഡെവലപ്പ് ചെയ്തത് 39%മായി മാറ്റം വന്നു കഴിഞ്ഞു. ലോകമെടുത്താൽ 3 പ്രധാനപ്പെട്ട കോണ്ടിനെൻറ്റുകൾ വിശ്വാസത്തെ എതിർത്ത് കടന്നു വരുന്നതിൽ അതിശക്തമായ വളർച്ചാ നിരക്കാണ് കടന്നു വരിക. ഒന്നാമത്തെ കോണ്ടിനെൻറ്റ് ഏഷ്യ തന്നെയാണ്. കാരണം ജനസംഖ്യയിൽ മുമ്പിലുള്ള ചൈനയിൽ 450 തൊട്ട് 500 മില്യൺ ആളുകൾ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 50 കോടി ജനം ലോകത്തിൽ നിരീശ്വരവാദവും ദൈവവിശ്വാസമില്ലാഴികയും നെഞ്ചിൽ ഏറ്റെടുക്കുന്ന ഒരു ജനമായി മാറ്റം വന്നു കഴിഞ്ഞു. ചൈനയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം. കോണ്ടിനെൻ്റ് എടുത്താൽ ഏഷ്യ ഇതിലേറ്റവും ലീഡിംഗ് ആയിട്ട് വരുന്നു. രണ്ടാമത്തെ കോണ്ടിനെൻ്റ് വെസ്റ്റ് യൂറോപ്പാണ്. ഇതിൽ 50% ആളുകളും ദൈവമില്ല എന്ന് വിളിച്ചു പറഞ്ഞു തുടങ്ങി. മൂന്നാമത്തെ കോണ്ടിനെൻ്റ്
ഓഷ്യാനിക് കോണ്ടിനെൻ്റ് ആണ്. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ചേരുന്ന ഈ ഒരു കോണ്ടിനെൻറ്റ് അവർ വളരെ വ്യക്തമായി നോ റിലീജിയൻ കൺസെപ്റ്റ്, അതോടൊപ്പം ഏത്തിസത്തിലേക്ക് ലീഡ് ചെയ്ത് കടന്നു വരുന്നു. പ്രിയപ്പെട്ട യൗവനമേ, വിശ്വാസമില്ലാഴിക സയൻസ് ഇന്നൊരു ഫാഷനായി മാറ്റം വന്നു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഒരു കാരണം തേടി ലോകം ഫോളോ ചെയ്യുന്ന, അനുഗമിക്കുന്ന രീതിയിൽ നമ്മളും നമ്മുടെ വിശ്വാസത്തെ ഒന്ന് മാറ്റിവെച്ചു. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള ദൈവീക വിശ്വാസം കടന്നു വരുമ്പോഴും നമ്മൾ അതിനെ നമ്മുടെ യുക്തി കൊണ്ടും ലോജിക്ക് കൊണ്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ലോകത്തിൻ്റെ സർവേയിൽ 5 പ്രധാനപ്പെട്ട രാജ്യങ്ങളെ, വിശ്വാസമില്ലാഴികയ്ക്ക് കാരണമാക്കുന്ന 5 പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. ചൈനയിൽ 40 തൊട്ട് 49% ആളുകളും വിശ്വാസത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു. എന്നാൽ ഇവിടെ വേറൊരു വിരോധാഭാസമുണ്ട്. ലോകത്ത് 4 പേർ ഒരു ദിവസം ക്രിസ്ത്യാനിയാകുമ്പോൾ അതിലൊരാൾ ചൈനയിൽ നിന്നാണ് കടന്നു വരിക. നമുക്കൊന്ന് ശ്രദ്ധിക്കാം, എന്ത് റീസണാണ് ചൈനയെ ഈ വിശ്വാസത്തിൽ നിന്ന് അകറ്റിയത്? 2 പ്രധാനപ്പെട്ട മെത്തഡോളജികൾ ഇതിന് കാരണമായി. ഒന്ന്, കമ്മ്യൂണിസം എന്ന രാഷ്ട്രീയ സംഹിത. 2, കൺഫ്യൂഷണലിസം എന്ന ഒരു ഫിലോസഫിക്കൽ ഒരു മതം ആ രാജ്യത്തെ ജനത്തെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി. അതുകൊണ്ട് തന്നെ ആളുകൾക്ക്, ജനത്തിന് ഒരു ബേസ് ഇല്ലാത്ത ഒരു വിശ്വാസം കിട്ടുന്ന സാധ്യത അവിടെ ലഭിക്കുന്നില്ല. 2ാമത്തെ പ്രധാനപ്പെട്ട രാജ്യം ജപ്പാനാണ്. ജപ്പാൻ എന്ന് പറയുക അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വളരെ റിച്വലിസ്റ്റിക്കായ ഒരു കൺട്രിയായി അത് മാറ്റം വന്നു കഴിഞ്ഞു. ആ രാജ്യത്തുണ്ടായിരുന്ന ഷിൻഡോയിസം എന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മതവും അവരുടെ ആചാരങ്ങളും മനുഷ്യനെ വിശ്വാസത്തിൽ നിന്ന് തന്നെ അകറ്റുവാൻ കാരണമായി. 3ാമത്തെ രാജ്യം ചെക്ക് റിപ്പബ്ലിക്കാണ്. ഈ രാജ്യത്തിൽ എന്തുകൊണ്ടാണ് വിശ്വാസം വളരാത്തതെന്ന് ചോദിച്ചാൽ, ആ രാജ്യത്തിൻ്റെ തത്വസംഹിതകളും അതുപോലെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പും അതേ രീതിയിൽ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ആളുകൾ കൂടുതലായി അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അവരും വിശ്വാസത്തിൽ നിന്ന് അകലുവാൻ കാരണമായി. ഇതോടൊപ്പം 4ാമത്തെ പ്രധാനപ്പെട്ട രാജ്യം ഫ്രാൻസാണ്. ഫ്രാൻസിലുണ്ടായിരുന്ന ഫ്രഞ്ച് റവല്യൂഷൻ ജനത്തെ വേദനയിലേക്കും അതോടൊപ്പം വിശ്വാസത്തിൽ നിന്നും അകലുവാൻ കാരണമായി. അവിടെ ഉണ്ടായിരുന്ന മറ്റ് മതവിഭാഗങ്ങളും ഒരു കാരണവശാലും ഇതിനെ സപ്പോർട്ട് ചെയ്യുവാൻ കാരണമില്ലാതെ കടന്നു പോകുന്നു. 5ാമത്തെ രാജ്യം ഓസ്ട്രേലിയ ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന കൺട്രി ആയതിനാൽ ഇനീഷ്യൽ ടൈമിൽ ഈ രാജ്യത്തേക്ക് വന്നവരെല്ലാം ഓരോ രാജ്യത്തിൽ നിന്നും ക്രിമിനലുകളായിരുന്നവരെ ഇവിടേക്ക് മാറ്റുന്ന സാധ്യതകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ട്രഡീഷനും അതുപോലെ മൈഗ്രേറ്റഡ് കമ്മ്യൂണിറ്റിയും അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളുടെയും അതുപോലെ ഗവൺമെൻറ് സപ്പോർട്ടിൻ്റെയും പേരിൽ ആശ്രയിക്കാൻ ഒരു ദൈവം വേണ്ട എന്നൊരു തീരുമാനം അകത്തുടലെടുക്കുന്നത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയയും വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു രാജ്യമായി മാറി. പ്രിയപ്പെട്ട യൗവനമേ, റീസൺ എടുത്താൽ ശ്രദ്ധിച്ചു നോക്കുക. ഒന്നിനും ഒരു ഫണ്ടമെൻ്റൽ റീസൺ ഇല്ല. ചില സാധ്യതകളും സാഹചര്യങ്ങളും അനാചാരങ്ങളും ദൈവത്തിൽ നിന്ന് അകലുവാൻ കാരണമായി. നമുക്ക് വളരെ ശക്തമായി ഈ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ 8:32 ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ച ഒരു വചനം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ വചനം എങ്ങനെയാണ് പറയുക? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവിടെ വളരെ വലിയ ഒരു പോയിന്റ് ബൈബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം നിങ്ങൾ അറിയണം. ജനം സത്യമാണെന്ന് കരുതി
അസത്യത്തെ കൂട്ടുപിടിച്ച് കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, കഴിഞ്ഞ നാളിൽ ഒരു മെട്രോ സിറ്റിയിൽ യൗവനങ്ങളുടെ വലിയൊരു പ്രോഗ്രാം, അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ ഒരു ഈവനിങ് പ്രോഗ്രാമിൽ ഈ ജനത്തിന് നടുവിൽ അതിശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലുകളും വളരെ വ്യക്തമായ ജീവിതത്തിൽ മാനസാന്തരങ്ങളും വ്യക്തിജീവിതങ്ങളിൽ സൗഖ്യങ്ങളും ഡെവലപ്പ് ചെയ്തു. ഏതായാലും രാത്രിയിൽ ഒരു കൂട്ടം യൗവനം കാത്തിരുന്ന് പുറകെ കൂടി. അവർ 3-4 ക്വസ്റ്റ്യനുമായി കടന്നു വന്നു. സയൻസ്, ബിഗ് ബാങ്, എവല്യൂഷൻ തിയറി, അങ്ങനെ തിയറികളുടെ ആവേശത്തിൽ അവർ വ്യക്തമാക്കി ലോകത്തിൽ ദൈവം എന്നത് ഒരു കഥ മാത്രമാണ്, കെട്ടിച്ചമിച്ച ഒരു ഐതിഹ്യം മാത്രമാണ് എന്നവർ ആർഗ്യൂ ചെയ്തു. ഉള്ളിൽ വളരെ വ്യക്തമായി വചനങ്ങൾ എടുത്തു വച്ചപ്പോൾ ബൈബിള് പോലും സത്യമല്ലെന്ന് അവർ വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ട യൗവനമേ, ഇങ്ങനെ കടന്നു വരുന്നൊരു സാഹചര്യത്തിൽ ഇതുപോലുള്ള പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. യെശയ്യാ 40:29 ഇങ്ങനെയാണ് പറയുക: ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റു വീണേക്കാം, യുവാക്കൾ പോലും തളർന്നേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിക്കും എന്നാണ് ബൈബിള് വ്യക്തമാക്കുക. പിറ്റേ ദിവസം രാത്രിയിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ വന്ന കുട്ടികൾ കടന്നു വന്നപ്പോൾ അതിൽ ഒരാൾ അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ ദൈവത്തിൻ്റെ ഒരു സ്പർശനത്താൽ അവൻ്റെ ശരീരത്തുണ്ടായിരുന്ന രോഗം എടുത്തു മാറ്റപ്പെട്ടു. ബോംബെ എന്ന മെട്രോ സിറ്റിയുടെ നടുവിൽ അവനൊരു ലെറ്റർ എഴുതി തൻ്റെ കൂട്ടുകാർക്ക് നൽകി. ദൈവത്തെ ഞാൻ ഡൗട്ടുമായി കണ്ടുമുട്ടുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം എന്നെ അവൻ്റെ സൗഖ്യവുമായി ചേർത്ത് പിടിച്ചു. ഇത് വളരെ വലിയൊരു വൈറലായി കൂടെയുള്ള കൂട്ടുകാരുടെ നടുവിലേക്ക് കടന്നു ചെന്നു. പിന്നീട് അവർ ദൈവം ഇങ്ങനെ ഇടപെടുവാൻ പറ്റുമെങ്കിൽ ആരാണ് ദൈവമെന്നുള്ള ചോദ്യമുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ യൗവനമേ, ഒരു ചോദ്യം നെഞ്ചിൽ ഉടലെടുക്കുന്നതോടുകൂടി വിശ്വാസത്തിൽ ഒരു മാറ്റം കടന്നു വരും. ഒത്തിരിയേറെ സയൻസിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എടുത്തു വച്ച് അവയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് തരത്തിലുള്ള അറിവുകൾ മാത്രം ലഭിക്കുന്നത് കൊണ്ട് പരിപൂർണ അറിവായ ദൈവവചനം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് 2 കൊറിന്ത്യൻസ് 4:4 പറയുന്നു: അവിശ്വാസികളായ അവരുടെ ഹൃദയം ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധകാരവൃതമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്നിമിത്തം ദൈവത്തിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം വ്യക്തമല്ല എന്ന്. ഒരു മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റ്, മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഴ്സ് നമ്മളെ കൂട്ടിമുട്ടുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ട യൗവനമേ, എവിടെയാണ് നമുക്ക് തുടങ്ങുവാൻ പറ്റുക? ഏത് സാഹചര്യങ്ങളാണ് നമുക്ക് ദൈവത്തെ കൂട്ടിമുട്ടുവാൻ ഉപയോഗിക്കുക? ഈ കാലഘട്ടങ്ങളുടെ നടുവിൽ നമ്മുടെ ലോജിക്, നമ്മുടെ യുക്തി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ എന്ത് റീസണെയാണോ ദൈവമില്ല എന്ന് എടുക്കുന്ന അതേ റീസണെ എടുത്തു വെച്ച് നമ്മളൊന്ന് ലാബറട്ടറിയിൽ കൊണ്ടുവന്ന് അതിന് സർജറി ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും: എന്തിൻ്റെയും പിന്നിൽ ഒരു ലോജിക്കുമില്ലാത്ത റീസണാണ് ദൈവത്തെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമ്മളെടുക്കുന്ന റീസൺ. ഒരു കാര്യം ഓർത്തുകൊള്ളുക: ഈ ലോകത്തിൽ ദൈവം ഇല്ല എന്ന് വിളിച്ചു പറയുന്ന ഏത് വ്യക്തിയും നിലനിൽക്കുന്നത് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ തന്നെയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, യൗവനമേ, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് കൂട്ടിമുട്ടേണ്ടത് ദൈവത്തെയാണ്. ദൈവം ആരെന്നും ദൈവം എന്തെന്നും അസത്യം എന്തെന്നും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ജീവിതത്തെ അതിശക്തമായി അത് കീഴ്മേൽ മറിക്കും. നമ്മുടെ ലോകത്തിൽ നമ്മൾ കടന്നു പോകുന്ന നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്കും
വളരെ ശക്തമായ മുന്നേറ്റത്തിലേക്ക് നയിക്കുവാൻ അത് കാരണമാകും. ഒരു കാര്യം ഓർക്കുക, പരിപൂർണ മനുഷ്യനായ പരിപൂർണ ദൈവമായ യേശു ക്രിസ്തു ഒരു ദൈവമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത ഒരു വലിയ കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നു എന്നത് നമ്മൾ നെഞ്ചിൽ എടുക്കണം. ബൈബിളിൽ 2 പ്രധാനപ്പെട്ട വചനങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഒന്ന് യോഹന്നാൻ 3:16, 2 സങ്കീർത്തനം 118:8. ഒരു വചനം വ്യക്തമാക്കുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതേസമയം സങ്കീർത്തനം 118:8 വ്യക്തമാക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ജീവിതത്തെ ഒരു പ്രത്യേക രീതിയിൽ കടന്നു പോകുന്ന സാഹചര്യമാണ്. ഏതെങ്കിലും ഒരു നിരാശയും ഏതെങ്കിലും വിശ്വാസമില്ലാഴികയും സഭയുടെ എല്ലാവിധ സംവിധാനങ്ങളെയും എതിർക്കുവാനുമൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ കടന്നു വരുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ എവിടെയോ ഒരു പതർച്ചയ്ക്ക് കാരണമാകുന്ന റീസൺ ഉടലെടുത്തു എന്ന് കാണുന്നത് നല്ലതാണ്. എങ്ങനെയാണ് തിരികെ വരാൻ പറ്റുക? പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ശാന്തനാകുക, ഞാൻ ദൈവമാണെന്നറിയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് ഒരു ശാന്തത എടുക്കുക എന്നുള്ളത്. എത്രയോ സയൻറ്റിസ്റ്റുകൾ, ലോകം കണ്ട എത്രയോ വലിയ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ സമയത്ത് ദൈവത്തെ കൂട്ടിമുട്ടി. ഫ്രഞ്ച് ചിന്താകരനായ വോൾട്ടയർ ഒരു സമയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് ശേഷം ലോകത്ത് ക്രിസ്ത്യാനിറ്റി ഇല്ലാതാകും, ഇതിനെ ആളുകൾ എഴുതിത്തള്ളും, പിച്ചി ചിന്തുന്നത് പോലെ ഇതെടുത്ത് മാറ്റപ്പെടും എന്ന വ്യക്തി വ്യക്തമാക്കി. എന്നാൽ കാലങ്ങൾക്ക് ശേഷം, വോൾട്ടയറുടെ മരണത്തിന് ശേഷം, ഈ വോൾട്ടയറുടെ വീട് തന്നെയാണ് ജനീവ ബൈബിൾ സൊസൈറ്റി ബൈബിൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന യൂറോപ്പിൽ ഒരു വലിയ സെൻറ്ററാക്കി അത് മാറ്റുകയും ചെയ്തത്. പറയാൻ എളുപ്പമാണ്, ദൈവം ഇല്ല എന്ന്. എൻ്റെ അസ്തിത്വത്തെ ഞാൻ തന്നെ ഇല്ല എന്ന് വിളിച്ചു പറയുന്നത് പോലെ ദൈവം ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ ആർക്കാണ് നഷ്ടമുണ്ടാകുക? വിശ്വാസം അതിനെ 2ആയി ഡിവൈഡ് ചെയ്യാം. ഫണ്ടമെൻ്റൽ ഫെയ്ത്ത്, അതോടൊപ്പം പേഴ്സണൽ ഫെയ്ത്ത്. 2 കാറ്റഗറിയാണിത്. ഫണ്ടമെൻ്റൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുക, അസ്തമിക്കുക, മഴ പെയ്യുക, ലോകത്ത് വെളിച്ചമുണ്ടാവുക, ഇരുട്ട് പരക്കുക, ഇതിനൊന്നിനും നമ്മളൊരു പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഇല്ല. കാരണം നമ്മൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഇവയുടെ മേൽ ദൈവത്തിൻ്റെ കരവിരുത് നിലനിൽക്കുന്നതിനാൽ, ഇവയെല്ലാം ദൈവത്തെ ഫോളോ ചെയ്യുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ അവ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഒരു വിശ്വാസം എടുക്കേണ്ട ആവശ്യകത ഇല്ല. എന്നാൽ 2ാമത്തെ മേഖലയുണ്ട്, പേഴ്സണൽ ഫെയ്ത്ത് എന്ന് വെച്ചാൽ കർത്താവായ യേശുവിൽ വിശ്വസിക്ക്, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന വചനം. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന വചനം. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ എടുത്താൽ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ യേശു എന്ന വലിയ സത്യത്തിൽ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഫെയ്ത്തിനെ പേഴ്സണൽ ഫെയ്ത്ത് എന്ന് പറയാം. വ്യക്തിപരമായ വിശ്വാസം എന്നത് തന്നെ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം, ഒരു നെഗറ്റിവിറ്റി ഡെവലപ്പ് ചെയ്താൽ അവയെ ബേസ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായി നമുക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. ഒരു എക്സാമിന് ഫെയിലിയർ, അതുമല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രോക്കൺനെസ്, ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ, അൺഎക്സ്പെക്റ്റഡ് ഒരു ആക്സിഡൻറ്റ്, ഇതൊക്കെ
വ്യക്തിപരമായി ദൈവത്തിൽ ആശ്രയിക്കാൻ പലപ്പോഴും നമ്മൾക്ക് സാധിക്കുന്നതിനപ്പുറമായി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുവാൻ പറ്റും. പ്രിയപ്പെട്ട യൗവനമേ, 2 സാധ്യതകൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും. ഒന്ന്, അതികഠിനമായ സന്തോഷം. 2, അതികഠിനമായ വേദന. യൂറോപ്പും മറ്റ് ഡെവലപ്ഡായ രാജ്യങ്ങളും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ കാരണം തന്നെ ഈ ലോകം കൊടുക്കുന്ന സുരക്ഷിതത്വമാണ്. എന്ന് വച്ചാൽ സമ്പത്ത്, നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായ ആഹാരക്രമങ്ങൾ, ജോലി ഇല്ലാത്തവർക്കും കിട്ടുന്ന സപ്പോർട്ട്, ഇവയ്ക്കെല്ലാം മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ദൈവം എന്നത് ആശ്രയിക്കാനുള്ളൊരു വിഷയമായി ആ രാജ്യങ്ങൾ എടുക്കാറില്ല. എന്നാൽ അതികഠിനമായ വേദന വരുമ്പോഴും നിരാശ നമ്മളെ ഫോളോ ചെയ്ത് അതികഠിനമായ വേദനയിൽ തന്നെ ദൈവത്തെ ഉപേക്ഷിക്കുന്നതായി ഒരു വലിയ ജനത്തിന് അങ്ങനെ ഒരു സാധ്യതയും കടന്നു വരുന്നതായി കാണുവാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, നമുക്ക് ഈ 2 സാഹചര്യങ്ങളെയും ദൈവത്തിൻ്റെ മുന്നിലേക്ക് വെക്കാം. ഒരു കാര്യം ഓർക്കുക, ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വ്യക്തമായ ഒരു വാക്യമുണ്ട്, അന്നന്ന് വേണ്ടുന്ന ആഹാരം. ഈ ഒരു വാക്യം അതിശക്തമാണ്. ഒരു ബാലൻസ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ആ ലഭ്യതയാണ് ഏറ്റവും അനുഗ്രഹം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. യൗവനമേ, ഇന്നത്തെ ദിവസം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? വേദന കൊണ്ടാണോ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുക? അതോ അനുഗ്രഹങ്ങൾ കൊണ്ടാണോ? എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം എന്നൊരു ചോദ്യം. ഇത്രയും വേദനയുണ്ടെങ്കിൽ എന്തിനാണ് ദൈവം എന്നുള്ള മറുചോദ്യവും. എങ്ങനെ ചോദിച്ചാലും ദൈവത്തിൽ നിന്ന് അകലുവാൻ കാരണങ്ങൾ പലത് കണ്ടെത്തി നമ്മൾ അകലുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ലോകത്തെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും ഒരു ദൈവമാണ്. അവൻ്റെ പേര് നസ്രാനായ യേശുക്രിസ്തു എന്നാണ്. കാരണം ലോകത്തിൻ്റെ തുടക്കം തൊട്ട് ഇന്നുവരെയും ജനത്തിൻ്റെ വേദനകളിലും കഷ്ടതകളിലും തൻ്റെ ദൂതനെ അല്ല അവൻ അയച്ചത്. അവൻ ഇറങ്ങി വന്ന് ഓരോ വ്യക്തിത്വങ്ങളെയും തൊടുകയാണ് ചെയ്തത്. നമുക്ക് ഈ നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം, കൈകൾ രണ്ടും ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച്, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാനിങ്ങനെ പതറുന്ന സമയമാണ്, ആ ഒരു സമയമാണെങ്കിൽ കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് കണ്ണടയ്ക്കാം. നമ്മുടെ കരങ്ങളെ മാറോട് ചേർക്കാം. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയൊക്കെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ കാരണങ്ങൾ കണ്ടെത്തിയത്? ഏത് സാധ്യതകളും സാഹചര്യങ്ങളുമാണ് ഞാൻ എടുത്തത്? അവയെല്ലാം ദൈവത്തിൽ നിന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. നീ നല്ല ദൈവമാണ്. നിൻ്റെ വലിയ സാന്നിധ്യം അയച്ച് എൻ്റെ ആത്മാവിൽ ദൈവത്തെ തേടുവാനുള്ള ഒരാഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു എൻ്റെ പിതാവായി, എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവമേ നീ കടന്നു വരണമേ. എൻ്റെ പഠനം, എൻ്റെ എക്സാംസ്, എൻ്റെ ലൈഫ്, എൻ്റെ റിലേഷൻഷിപ്സ്, എൻ്റെ ഫാമിലി, അങ്ങനെ കംപ്ലീറ്റ് ഏരിയയും നിനക്കായി ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നിൻ്റെ ആത്മാവിനെ അയക്കണമേ. ഈ യൗവനങ്ങളുടെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിശക്തമായി ഒഴുകട്ടെ. ആൽഫയും ഒമേഗയുമായ ദൈവത്തിൻ്റെ കൃപ ഈ ജനത്തെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, ഈ ജനത്തെ തൊടണമേ. എവിടെയെങ്കിലും ഇത് കേട്ടുകൊണ്ട് നിൻ്റെ വചനമറിയാൻ നോക്കിക്കൊണ്ട് വിശ്വാസത്തിൽ ഒരു പതർച്ച കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സകല മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റും അന്ധകാരത്തിൻ്റെ എല്ലാ കെട്ടുകളും
ബ്രെയിനിൽ നിന്ന്, മനസ്സിൽ നിന്ന് അഴിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പരിപൂർണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.